വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നവകിരണം പദ്ധതിക്ക് ഭൂമി നൽകിയവർ പ്രതിസന്ധിയിലായി. 4 കൊല്ലമായിട്ടും പണം ലഭിക്കാതെ മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ 21 കുടുംബങ്ങൾ. പണം ലഭിക്കാതിരുന്നാൽ ആത്മഹത്യയല്ലാതെ മറ്റു വഴിയില്ലെന്ന് ഭൂമി വിട്ടുകൊടുത്ത ആളുകൾ 24നോട് പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. വീടില്ല, ഞങ്ങളിവിടെ വാടകയ്ക്ക് ഇവിടെ ഒരു ഷെഡ് വെച്ചാണ് മലോടിയിൽ താമസിക്കുന്നത്. അന്ന് ലൈഫ് മിഷന്റെ വീട് ഞങ്ങൾക്ക് പാസ്സായി വന്നതായിരുന്നു. പിന്നെ ഈ ആനശല്യം കാരണം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വാടകയ്ക്ക് പോയി. ഷെഡ് വെച്ചാണ് താമസിക്കുന്നത്. ഷെഡൊക്കെ ആന വന്നിട്ട് ഒക്കെ പൊളിച്ചൊക്കെ ഇട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. 2 ചെറിയ കുട്ടികളുണ്ട്. മക്കളെയും വെച്ച് ഇതിൽ കിടക്കാൻ പറ്റൂല. അന്ന് ഇവരോട് ഞങ്ങളോട് ഇപ്പൊ 4.5 കൊല്ലം ഇവർ പൈസ തരാന്ന് പറയുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് ഇവർ ഞങ്ങളോട് 6 മാസത്തിനുള്ളിൽ പൈസ കിട്ടുന്ന പറഞ്ഞത്. പെട്ടെന്ന് പൈസ കിട്ടുന്ന പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വാടകയ്ക്ക് പോയവരാണ്. ഇപ്പൊ ഞങ്ങൾക്ക് മക്കളെയും വെച്ച് വാടക കൊടുക്കാനും ഞങ്ങൾക്ക് മരുന്നും ഹോസ്പിറ്റലും കേസും എല്ലാം പാടെ ഞങ്ങൾക്ക് കഴിയുന്നില്ല. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ ചേരുകയാണ്. ബിപിൻ, പറയൂ. SKN സർക്കാരിനെ വിശ്വസിച്ച് വനം വകുപ്പിനെ വിശ്വസിച്ച് ഭൂമി വിട്ടുകൊടുത്തവരാണ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത്. ഇതിപ്പോൾ 4 വർഷം കഴിഞ്ഞു, ഇപ്പോഴും ഇവർക്ക് പണം നൽകിയിട്ടില്ല. ഈ വനവിസ്തൃതി വർദ്ധിപ്പിക്കാനും ഒപ്പം തന്നെ വന്യമൃഗ ശല്യത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശവും വെച്ചുകൊണ്ട് 2019 സർക്കാർ വനം വകുപ്പിന് കീഴിൽ നവകിരണം പദ്ധതി കൊണ്ടുവന്നത്. ഈ നവകിരണം പദ്ധതി പ്രകാരം 15 ലക്ഷം രൂപ ഭൂമി വിട്ടുകൊടുക്കുന്നതോടുകൂടി ഇവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അങ്ങനെ 6 മാസങ്ങൾക്കുള്ളിൽ പണം കൊടുക്കും എന്നുള്ള വാക്ക് വിശ്വസിച്ചാണ് മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ മലോടി നിവാസികൾ ഈ ഭൂമി വിട്ടുകൊടുത്തത്. അവിടെ വീടുണ്ടായിരുന്ന ആളുകളുടെ വീടിന് പണം ലഭിക്കില്ല, ഭൂമിക്കാണ് പണം ലഭിക്കുക. അങ്ങനെ അവിടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി മുഴുവൻ സർക്കാരിലേക്ക് കൊടുത്താണ് ഇവർ ഇവിടെ നിന്ന് പോയത്. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും വാടക വീട്ടിലാണ് കഴിയുന്നത്. ഇവർക്ക് മരുന്ന് വാങ്ങാൻ പണമില്ല, ഈ വാടക കൊടുക്കാൻ പണമില്ല. പലരും വയോജനങ്ങളായി കഴിഞ്ഞു. പക്ഷേ അവർക്കൊന്നും തന്നെ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. സർക്കാരാണെങ്കിൽ വനം വകുപ്പിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കിഫ്ബിയിൽ പണമുണ്ട്, അത് ഉടൻ ലഭിക്കും എന്നുള്ള ഒരു വാക്ക് മാത്രമാണ് ലഭിക്കുന്നത്. പക്ഷേ എന്നതിനെ സംബന്ധിച്ചൊരു ഉത്തരമില്ല. പലർക്കും ലൈഫിലൊക്കെ അവിടെ വീട് പാസ്സായതായിരുന്നു, അതിന് വീട് പണി കഴിഞ്ഞവരുണ്ട്. അതൊക്കെ തിരിച്ചു കൊടുത്തുകൊണ്ടായിരുന്നു ഇവരൊക്കെ പോയത്. അപ്പോൾ ഇപ്പോൾ ഈ ഭൂമി വെച്ചുകൊണ്ട് തന്നെ ലോൺ എടുത്ത ആളുകളുണ്ട്. ഈ ലോണൊക്കെ കൂട്ടുപലിശയടക്കമായി ഇനി വീട്ടാൻ കഴിയാത്ത വിധം ഇവർ ദുരിതം അനുഭവിക്കുകയാണ്. പക്ഷേ അവർക്ക് ഇനി ഏത് ഓഫീസ് കയറി ഇറങ്ങണമെന്ന് പോലും അറിയാതെ 23 കുടുംബങ്ങളാണ് വലിയ വിഷമത്തിൽ കഴിയുന്നത്. ഇനിയും പണം ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല എന്ന് വളരെ വേദനയോടുകൂടി ഈ മലോടി നിവാസികൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പദ്ധതി പ്രകാരം ഒരു ഒച്ചിഴയുന്ന വേഗത്തിലാണ് നവകിരണം പദ്ധതി പോകുന്നു എന്ന് പറയാം. ഇവരെ വിശ്വസിച്ച് ഈ ഭൂമി വിട്ടുകൊടുത്തവർക്ക് എത്രയും വേഗം പണം ലഭിക്കണമെന്നുള്ള ആവശ്യമാണ് ഇങ്ങുന്നു വരുന്നത്. അതിലേക്കുള്ള നടപടികളാണ് എത്രയും വേഗം ആരംഭിക്കുകയും ചെയ്യേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.